ഹായ് എവരിവൺ. ഈ വീഡിയോ ചെയ്യാൻ കാരണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം 2 ദിവസം മുമ്പ് എനിക്കൊരാൾ ഒരു ബ്രൗഷർ ഒരു അഡ്വർടൈസ്മെൻറ്റ് അയച്ചെന്നായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലുലേപ്പൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് എവരിവൺ, എൻ്റെ പേര് ജാസ്. ഞാൻ ബ്രൗഷറൊന്നും ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മലയാളികളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എടുത്തു ചാടി വിശ്വസിച്ച് വന്ന് പെട്ടുപോകുന്ന ആളുകളാണ്. ഓൾമോസ്റ്റ് എത്രയോ പേര് ഇപ്പോൾ റഷ്യയിൽ വന്ന് ഇപ്പം വൻ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ ഒരുപാട് പേര് ഇപ്പോൾ റഷ്യയിൽ വന്ന് പെട്ടിട്ടുണ്ട്. ചില ഇവിടെ വന്ന് പെട്ട ആളുകൾ പോലും എനിക്ക് ജോലി കിട്ടാതെ അവരുടെ അടുത്ത് നാട്ടിൽ നിന്ന് പറഞ്ഞ ജോബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ, അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലെ ജോബ്, അതുപോലെ തന്നെ പ്ലംബിംഗ് ജോബ്, ഡ്രൈവർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ജോബുകൾ, കോട്ട ജോബുകളാണ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. റഷ്യയിൽ കോട്ട ജോബുകൾ എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് അറിയാം. റഷ്യക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോബുകളാണ് ഈ കോട്ട ജോബുകൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരിക്കലും, അതിൻ്റെ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരിക്കലും ഒരു ഫോറിനേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ജോബുകളൊന്നും നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിലൊക്കെ ലാംഗ്വേജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു നോളജും ഇല്ലാതെ ചില ആളുകൾ അഡ്വർടൈസ്മെൻറ്റ് വെറുതെ അടിച്ചിറക്കിയിട്ട് ആളുകളെ നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ആളുകളെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വെച്ചിട്ടാണ് ഓഡീഷനും അതുപോലെ തന്നെ അതുമാതിരി വാക്കിംഗ് ഇൻ്റർവ്യൂ ഒക്കെ വെക്കുന്നത്. റഷ്യയിൽ ഇങ്ങനെയുള്ള ജോലികളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഇവർ ഇതിനൊക്കെ ചെയ്യാൻ റെഡി ആവുന്നു എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഒരുപാട് പേര് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണ്, ഇതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ബ്രോ, ഇത് റിയൽ ആയിട്ടുള്ള സംഭവമാണോ. ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടായിരുന്നു, അതിൽ ഒരുപാട് ജോബുകൾ. അപ്പോൾ റഷ്യയിൽ ഇന്ന ഡേറ്റിന് ഒരു ജനുവരി ഈ ഡേറ്റിന് ജനുവരി ഇന്ന ഡേറ്റിന് വാക്കിംഗ് ഇൻ്റർവ്യൂ ഉണ്ട് റഷ്യയിലേക്ക്. ജോബ് വേക്കൻസി അവൈലബിൾ ആണ്. അർജൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയാതെ നിങ്ങൾ എടുത്ത് ചാടി ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. വന്ന് പെടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒരു ജോബിനെ കുറിച്ച് യാതൊരു നോളജ് ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട. ജോബ് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കോട്ട ജോബുകളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള പക്ക ക്വാളിഫിക്കേഷനും ലാംഗ്വേജ് ഫ്ലുവൻസി അതൊക്കെ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോബുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ട സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. റഷ്യക്കാർക്ക് പോലും ഇല്ലാത്ത സാലറിയാണ് ആ ജോബിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ജോബുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസ്, അതിലൊക്കെ $600 ഉള്ളൂ. അതൊക്കെ 600 അതിൽ ട്രിപ്പിൾ ഇരട്ടിയാണ് അതിൻ്റെയൊക്കെ ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു സാലറിയാണ്. 2000, 2200, 2500 രൂപകളാണ്. അപ്പോൾ അതിൻ്റെ ആ മേഖലകളിലൊക്കെ ഒക്കുപ്പേഷനിലൊക്കെ മലയാളികൾ 5-8 വർഷം ദുബായിലും അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ ഓയിൽ ആൻഡ് ഗ്യാസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് അവർക്ക് ജോലി കിട്ടിയ ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ഒരു $600 അല്ല അതിന് സാലറി. അത് വലിയ സാലറിയാണ്. അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $2500-$2000 ഉണ്ട്. സത്യം പറഞ്ഞാൽ കോമഡിയാണ് ഇതൊക്കെ. ഒരുപാട് ജോലിൻ്റെ സാലറി കാണുമ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു എന്താ പറയുക അടിച്ചിറക്കിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളാണ്. എന്നിട്ട് എനിക്ക് ഈ ആളുകൾ എനിക്കിത് അയച്ചു തരുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ ബാക്കി കാര്യങ്ങൾ അവരാണ്. അവർ സ്വന്തം റിസ്കിൽ വരാം. വിട്ടുപോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെ പൈസ അവർക്ക് നഷ്ടം വരും, അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് റഷ്യയെക്കുറിച്ച് യാതൊരു നോളജും ഇല്ലാത്തതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാവുന്നത്. കാരണം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട്, കാരണം ഞാനിപ്പോൾ റഷ്യയിലുള്ളത് ഇപ്പം 6 വർഷത്തോളമായി. റഷ്യയിൽ ഇവിടുത്തെ റഷ്യൻ സിറ്റിസൺ ആണ്. എനിക്കറിയാം റഷ്യയിൽ എന്തൊക്കെ ജോലി മലയാളികൾക്ക് ചെയ്യാൻ പറ്റും, ഇന്ത്യക്കാർക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു നോളജ് ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോസിൽ എനിക്ക് പറയാം, പ്ലംബേഴ്സിന് വേക്കൻസി ഉണ്ട്, ഇലക്ട്രീഷ്യൻസിന് വേക്കൻസി ഉണ്ട്, ചോക്ലേറ്റ് ഫാക്ടറിയിൽ വേക്കൻസി ഉണ്ട്, വൈൻ ഷോപ്പുകളിൽ വേക്കൻസി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ജോബുകൾ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ എൻ്റെ വീഡിയോയിൽ പറയാം. കാരണം ഇതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജോബുകളാണ്, വളരെ റെയറായിട്ട്. പക്ഷെ ഇവിടെ വന്ന ആളുകളെ കൊണ്ട് തന്നെ ഇവിടുത്തെ ചില ആളുകൾ പറയിപ്പിക്കുന്നു. ഞാനിവിടെ അവന് ജോലി ഉണ്ടാവത്തില്ല, അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇവിടെ എനിക്ക് നല്ല ജോലി ഉണ്ട് എന്ന് വേറൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞ് പറയിപ്പിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അപ്പോൾ ഈ ഒരു ചങ്ങായിക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടും, ഈ ഒരു വ്യക്തിക്ക്. അപ്പോൾ ഈ വ്യക്തിയും ആ ഏജന്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് പറയുകയാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോബിനെ കുറിച്ച് അറിയാം, നിങ്ങൾ വർക്ക് പെർമിറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, വിസയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എംബസി ആയിട്ട് കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ ജെന്യൂനിറ്റി അറിയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇവിടെയുള്ള സിറ്റിസനായിട്ട് കോൺടാക്ട് ചെയ്യുക, റഷ്യൻ സിറ്റിസനായിട്ട് കോൺടാക്ട് ചെയ്യുക. അദ്ദേഹത്തിനൊക്കെ അറിയാൻ പറ്റും. കാരണം ഇവിടുത്തെ ഒരു ഒക്കുപ്പേഷനിൽ എന്തൊക്കെ ജോലി ഒരാൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.
എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളൊരു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അറിയാത്ത ഒരു രാജ്യത്തേക്ക് പോയി, ഇത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറോപ്പ് പോലെയല്ല റഷ്യ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓൾമോസ്റ്റ് ആളുകൾ സംസാരിക്കുന്നത് അവരെ ഓൺ ലാംഗ്വേജ് ആണ്, റഷ്യൻ ലാംഗ്വേജ് ആണ്. അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പെടുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ പലർക്കും അറിയത്തില്ല എന്താണ് ഇവിടുത്തെ യഥാർത്ഥ സാഹചര്യം, എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ, എങ്ങനെയാണ് ഒരു ജോലി കണ്ടെത്തുക, അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഒന്നും അറിയത്തില്ല. ഒന്നും അറിയാതെയാണ് കയറി വരുന്നത്. കയറി വന്ന് വർക്ക് വിസ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന വിസ ചിലപ്പം ഈ ബിസിനസ് വിസ ഞാൻ പറഞ്ഞല്ലോ, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള വിസ ആയിരിക്കും. അതിലൊന്നും ജോലി കിട്ടത്തില്ല. ഇതിൻ്റെ ഒരു കൺവിൻസ് ചെയ്യാതെ, കൺഫർമേഷൻ, ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഒക്കെ വരുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. ഒരുപാട് ജോലികൾ നിങ്ങൾക്ക് കാണുമ്പോൾ അല്ല പെട്ടെന്ന് എടുത്തു ചാടി കയറി വിശ്വസിക്കേണ്ട. ഇതൊക്കെ തട്ടിപ്പാണ്, വൺ ട്രാപ്പുകളാണ് ഇതൊക്കെ. നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും, കാരണം ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോലികളുണ്ട്. അതിൻ്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജോലികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കുറച്ച് അധികം ജോലികളൊക്കെ, പക്ഷേ നിങ്ങൾക്ക് ലാംഗ്വേജ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കൊരു റഷ്യൻ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കണം. ഏകദേശം ഒരു 60-70% മിനിമം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റു ജോലികളിലേക്ക് മാറാൻ പറ്റത്തുള്ളൂ. ഒന്നും അറിയാതെ ഒരിക്കലും നിങ്ങൾക്ക് റഷ്യയിൽ വന്ന് നിങ്ങൾ എങ്ങനെയാണ് ഒരാളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക? അപ്പോൾ അതിനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പറയണത്. നമ്മളൊരു പല വീഡിയോസിനും പറഞ്ഞിട്ട് ചില ആളുകൾ വിശ്വസിക്കും, ചില ആൾക്കാർ വിശ്വസിക്കത്തില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ വന്ന് ഇപ്പം തന്നെ ഒരു ക്രാസ്നദാറിൽ ഒരുപാട് പേരുണ്ട്, സോച്ചിയിലുണ്ട് ഒരുപാട് പേര്, ഒരു ജോലിയും കിട്ടാതെ വെറുതെ ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം. എന്നെ അതുപോലെ തന്നെ പല റഷ്യൻ്റെ അതായത് നിഷ്വി നോഗറത്ത് നിന്ന്, കോസ്തറമായിൽ നിന്ന്, ഒരുപാട് റഷ്യൻ്റെ പല ഒബ്ലാസ്റ്റിൽ നിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട്, ജോലിയില്ല ബ്രോ, കിട്ടുന്നില്ല, എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഒരു വർക്ക് വിസ, വർക്ക് പെർമിറ്റ് പിന്നെ എന്തിനാണ് റഷ്യൻ ഗവൺമെൻറ് കൊടുക്കുന്നത്? വർക്ക് പെർമിറ്റ് ഇല്ലാതെ വേറൊരു വിസയിൽ വരുന്നതിന് ഒരു പെട്ടെന്നൊന്നും ജോലി കിട്ടത്തില്ല. ഇത് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും ജോലി കണ്ടെത്താൻ പറ്റും. ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, 100% ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കൊടുക്കുന്നത്. പിന്നെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നതിനാണ് ഏറ്റവും ബെറ്റർ ഈ വർക്ക് പെർമിറ്റിലേക്ക് വരുന്നതല്ലേ. വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ജോലി കൺഫേം ചെയ്യാം വരുന്നതിന് മുമ്പ്. ഏത് ജോലിയാണ് എൻ്റെത്, എത്ര ശമ്പളം, എന്താണ് അതിൻ്റെ ഫുഡ് അക്കോമഡേഷൻ എങ്ങനെയാണ്, അതിലൊക്കെ നിങ്ങൾ എഗ്രി ആണെങ്കിൽ, സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ വരുന്നതിന് മുമ്പിൽ എല്ലാം അന്വേഷിച്ച ശേഷം മാത്രം വരും. വന്നിട്ട് ഇവിടെ പെട്ടുപോകുന്നതിന് നല്ലത് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരുന്നതല്ല ഏറ്റവും ബെറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പേര് എനിക്കിങ്ങനെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. ഇല്ല, നിങ്ങൾ ഈ നോക്കറിയിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. നിങ്ങളെ തട്ടിപ്പാണെന്ന് തോന്നി നിങ്ങൾ നോക്കറിയിൽ അതായത് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയണമെന്ന് വിചാരിച്ചു. കാരണം പെട്ടുപോകണ്ട, നിങ്ങൾ പൈസ വെറുതെ നഷ്ടം വരുത്തേണ്ട. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളായിട്ട് മാത്രം ചെയ്യുക. അതിൻ്റെ കൺഫർമേഷൻ, ക്ലാരിഫിക്കേഷൻ എല്ലാം നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക, ഫോർവേഡ് ചെയ്യുക, മുമ്പോട്ട് പോവുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല നോളജുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. നമുക്ക് കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.